ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം ആരായിരിക്കും ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഇടയ്ക്ക് എനിക്കൊന്നും തോന്നിയിരുന്നു ചിലപ്പോൾ പറഞ്ഞത് സത്യമാണെങ്കിലോ എന്ന്. പക്ഷേ 2 ദിവസം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായി അത് ഉടായിപ്പാന്ന്. ശരിക്കും പറഞ്ഞാൽ സ്വന്തം അച്ഛനോടും അമ്മയോടും സ്നേഹമുള്ള ഒരു മക്കളും ചെയ്യാത്തൊരു പ്രവൃത്തിയാണ് അലവലാതി ചെയ്തിരിക്കുന്നതേ. ഉമ്മാക്ക് വയ്യാന്ന്. സാധാരണ മക്കൾ എന്താ ചെയ്യുക? അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും വയ്യാഴിക വന്നാൽ ആരുടെയും കടം വാങ്ങിക്കുക, അല്ലെങ്കിൽ ഉള്ള സ്വർണം കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ കാതയിലോ കയത്തേലോ കയ്യേലോ കിടക്കുന്നതുണ്ടെങ്കിൽ ഒന്നിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് പണയെങ്കിലും കൊണ്ടുവെക്കും. വച്ചിട്ട് അവരുടെ ചികിത്സാ ചെലവ് നടത്തും. ഇതിപ്പം മാർച്ച് കഴിഞ്ഞു, ഇനി നാളെ അങ്ങോട്ട് ഏപ്രിലിൽ തുടങ്ങുവാണ്. ഏപ്രിലിൽ എന്താ വിശേഷം? വിഷു. അതാരുടെയാ? ശ്രീകൃഷ്ണൻ്റെ. അപ്പം കുറച്ച് ഫോട്ടോസ് എങ്ങനെയായാലും ഒന്ന് സെയിലാവണം. അതിന് സ്വന്തം ഉമ്മാക്ക് വയ്യാന്നും പറഞ്ഞുകൊണ്ട് ഒരു പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. എനിക്ക് ആദ്യം തോന്നി ചിലപ്പോൾ ഉള്ളതായിരിക്കാം. കാരണം മനുഷ്യരല്ലേ, എപ്പോഴാ എന്താ പറ്റുക എന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് ഒന്നും ക്രെഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒരു കോമളയുടെ ഒരു ആയുസ് മാത്രമേ ഉള്ളൂ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആ സമയത്ത് ചിന്തിച്ചിരുന്നു സത്യമായിരിക്കാമെന്ന്. പക്ഷെ ഇത്രയും വലിയൊരു കള്ളച്ചിയാന്നുള്ളത് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അത് ഈ 2 ദിവസം ഒന്ന് നോക്കി, ഈ ഫേസ്ബുക്കിലും കയറി നോക്കി, യൂട്യൂബിലും കയറി നോക്കി. അത് ജസ്റ്റ് ഒന്ന് കള്ളമല്ല, ശരിക്കും ഉള്ളതാന്ന് എന്നൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ലൈവിന് വരുന്നില്ല. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ ബാക്കിയുള്ളവരെ കള്ളത്തരം പറഞ്ഞും കളിയാക്കി വീഡിയോ ചെയ്യാനൊക്കെ ഭയങ്കര മിടുക്കുക. അതിനൊരു കുറവും വന്നിട്ടില്ല, അഹങ്കാരത്തിന് ഒരു കുറവും വന്നിട്ടില്ല. എന്നാലും ഈ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഉള്ള മെൻ്റൽ പേഷ്യൻ്റ് എങ്ങനെ വെളിയിലിറങ്ങി നടക്കാൻ പറ്റുക? എത്ര രൂപയാടി ശരിക്കും പറഞ്ഞ് മുടക്കിയത് അതിന് വേണ്ടിയിട്ട്? എന്തൊക്കെയാണ് നീ ആ ഡോക്ടറിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തത്? അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ലല്ലോ. ഞാൻ കണ്ടായിരുന്നു ആ പേപ്പർ. ഡിപ്രഷൻ്റെ മെഡിസിൻസ് മെൻ്റലാന്നുള്ള എൻ്റെ ഇത് കൊള്ളാം. നാടകമേ ഉലകം. ഈ അഭിനയം നീ വല്ല സിനിമയ്ക്കകത്തോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിമിനകത്തോ റീൽസ് ചെയ്യുവാണെങ്കിലും ചില ഈ എന്താ നമ്മുടെ ലൈഫ് റിലേറ്റീവായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന പലരും ഉണ്ട്. അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് ചെയ്യുവാന്നുണ്ടെങ്കിൽ നിനക്ക് എപ്പോഴേ ഓസ്കാർ അവാർഡ് കിട്ടിയേനെ. അങ്ങനെയും 10 കാശ് സ്വന്തമായിട്ട് നിൻ്റെ കയ്യിൽ വന്നേനെ. ഇതെന്താ നിൻ്റെ കയ്യിലും കാതിലും കുറേ കിടപ്പുണ്ടല്ലോ, കുറേ കിടപ്പുണ്ടോ? എന്നിട്ട് അതെന്താ കൊണ്ട് വിൽക്കാൻ പറ്റുന്നില്ലേ? അല്ലെങ്കിൽ പണം വെക്കാൻ പറ്റുന്നില്ലേ? ബാങ്കുകാർ എടുക്കുന്നില്ല. അതെന്തെടുക്കാത്ത? ഞങ്ങളുടെയൊക്കെ എടുക്കുമല്ലോ, നിൻ്റെ എന്തെടുക്കാത്ത? പിന്നെ കളിയാക്കുന്നതും കളിയാക്കാത്തതും ഓരോരുത്തരുടെ ഇഷ്ടം. അത് ഞാനൊന്നും പറയുന്നില്ല. വേറൊരു കാര്യം, ആർക്കാണേലും വയ്യാതെ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരിത് കാണിക്കണം, അത്രയേ ഉള്ളൂ. സാധാരണ മക്കൾ ചെയ്യേണ്ട ഒരു കടമയുണ്ട്, അത് നീ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത്ര നാളും അവിടെ പോയി വാങ്ങിച്ചത് ഇവിടെ പോയി വാങ്ങിച്ചത് എന്ന് പറഞ്ഞ് കാണിച്ചതൊക്കെ വെറുതെ ആയിരുന്നു. ഞാൻ വിചാരിച്ചത് സത്യം പറഞ്ഞത് ഉള്ളതായിരിക്കും കേട്ടോ, ഉള്ളതായിരിക്കും തന്നെ വിചാരിച്ചത്. ഇവിടവും നിങ്ങി അറ്റം വരെ കിടക്കുന്നു, ഇവിടവും നിങ്ങി അറ്റം വരെ കിടക്കുന്നു, ഇവിടവും ഇവിടം വരെ കിടക്കുന്നു. ഇതൊക്കെ ഉള്ളതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം അത്രയ്ക്കല്ലേ ഉണ്ടാക്കുന്നത്, അത്രയ്ക്ക് കാശുണ്ടാക്കുന്നുണ്ടല്ലോ. അത് മാത്രമല്ല, മായാവിയായ സലീം അവിടുന്ന് ഇഷ്ടത്തിന് കാശ് അയച്ചു തരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചു. ഈ ഇതിനകത്തൊക്കെ പിടിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ മനസ്സ് കല്ലാക്കിക്കൊണ്ട് നിന്നാലേ പറ്റത്തുള്ളൂ, അല്ലാതെ ഉള്ളവർക്ക് ഇതിനകത്ത് നിൽക്കാൻ പറ്റത്തില്ല. അത് വേറൊരു സൈഡ്. അതന്ന് സൈബർ സെല്ലിൽ ചെന്നപ്പോഴും അവിടെ പോലീസുകാരാണെങ്കിലും പറഞ്ഞു തന്നായിരുന്നു, ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഇതിനകത്ത് ഇറങ്ങാനെന്ന്. ആ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിയാ, എന്നെ തകർക്കുകയും വേണം, പക്ഷെ അവളുടെ കാല് പിടിക്കാനും വയ്യ. എന്തുകൊണ്ടല്ലോ എന്നെ വിളിച്ചാൽ മതി, ഞാൻ മൊഴി തരാം. ഇപ്പം വിളിക്കും.
അപ്പം വിളിക്കും. പക്ഷെ വിളിക്കേണ്ടവർ വിളിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താ ഇപ്പം അനക്കമില്ലാത്തത്? എന്താ? പലരും വീഡിയോ കാണുന്നുണ്ട്, പലരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. ജസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് വച്ചേക്കാം. ആ അഭിപ്രായം എന്തുവാന്നേ. അപ്പോൾ ഇന്ന് ചെയ്തത് ചെറിയൊരു വീഡിയോ ആണ്. ആ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ജസ്ന സലീം എന്ന വ്യക്തിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് രേഖപ്പെടുത്തണം. അതുപോലെ അവളെ ഇഷ്ടമില്ലാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എത്ര പേര് ഇഷ്ടപ്പെടുന്നില്ല എന്നൊന്നറിയാൻ വേണ്ടിയിട്ട് ആണ് പറഞ്ഞത്. അപ്പോൾ ബൈ.